ഇറാൻ അവരുടെ പക്കലുള്ള അണുബോംബ് നിർമ്മാണത്തിന് അനുയോജ്യമായ യുറേനിയം ശേഖരം കാത്തുസൂക്ഷിക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ഈ യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തുന്ന തുരങ്കങ്ങൾ ഇറാൻ തന്നെ തകർത്തതായും പ്രവേശന കവാടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിലൂടെ ആർക്കും എളുപ്പത്തിൽ ഈ കേന്ദ്രങ്ങളിലെത്താൻ കഴിയാത്ത രീതിയിലാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അമേരിക്കൻ ഇന്റലിജൻസ് വിവരങ്ങളെ അടിസ്ഥാനമാക്കി അന്താരാഷ്ട്ര മാധ്യമമായ CNN ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ കൈവശം ഏകദേശം 1/2 ടണ്ണോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉള്ളതായി കരുതപ്പെടുന്നു. ഒരു മാസം മുമ്പായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ശേഖരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് വളരെ അപകടകരവും ബുദ്ധിമുട്ടുള്ളതായിരിക്കുകയാണ്. കാരണം ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന സുരക്ഷാ നടപടികൾ അതീവ ശക്തമാണ്. ഈ മാറ്റത്തിന് പിന്നിൽ അമേരിക്കയുടെ സമീപകാല നീക്കങ്ങളാണെന്ന് വിലയിരുത്തപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ യുറേനിയം ശേഖരം പിടിച്ചെടുക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചതായാണ് കരുതപ്പെടുന്നത്. മെയ് മാസത്തിന്റെ മധ്യത്തോടെ അമേരിക്കൻ സൈന്യം ഈ യുറേനിയം പിടിച്ചെടുക്കാൻ ഒരു രഹസ്യ ഓപ്പറേഷൻ തയ്യാറാക്കിയിരുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ അപകട സാധ്യത വളരെ കൂടുതലാണെന്ന് വിലയിരുത്തുന്നതിനെ തുടർന്ന് ഈ പദ്ധതി പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനിടെ ഇറാനുമായി യുറേനിയം നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയാണ്. എന്നാൽ ഇറാൻ ഇപ്പോൾ സ്വീകരിച്ച പുതിയ സുരക്ഷാ നടപടികൾ ഈ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഭാവിയിൽ ഒരു കരാർ ഉണ്ടാകുന്നുവെങ്കിൽ പോലും ഈ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ കാരണം മുഴുവൻ യുറേനിയവും പുറത്തെടുക്കാൻ സാധിക്കില്ലെന്ന് ഇറാൻ പറയാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട്. കാരണം ഇത്തരത്തിൽ ഇറാൻ ചില യുറേനിയം രഹസ്യമായി സൂക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ കരുതുന്നു. പുറത്ത് കാണിക്കുന്നതിലുപരി ഒരു ഭാഗം മറച്ചുവെച്ച് ഭാവിയിൽ ഉപയോഗിക്കാൻ ഇറാൻ ശ്രമിക്കാമെന്നാണ് അമേരിക്കയുടെ ഭയം. ഇറാൻ തുരങ്കങ്ങൾ തകർത്തതിനാൽ യുറേനിയം പുറത്തെടുക്കുന്നത് ഇനി കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. വലിയ ഖനന ഉപകരണങ്ങളും മൈനുകളും നീക്കം ചെയ്യാനുള്ള പ്രത്യേക സാങ്കേതിക വിദ്യകളും ഇതിനായി ആവശ്യമായി വരും. സാധാരണ രീതിയിൽ ഇത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വളരെ പുരോഗമിച്ച സാങ്കേതിക സഹായം ആവശ്യമാകും. ഇതിനായി അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഓക്ക് റിഡ്ജ് നാഷണൽ ലബോറട്ടറിയിലെ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും സമയമെടുക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. മധ്യ ഇറാനിലെ ഇസ്ഫഹാൻ ആണവ സംയോജ്യം ഈ വിഷയത്തിൽ പ്രധാന കേന്ദ്രമാണ്. ഇവിടെ തകർന്ന തുരങ്കങ്ങൾക്കുള്ളിലാണ് യുറേനിയം ശേഖരത്തിന്റെ ഭൂരിഭാഗവും സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര സമൂഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഇപ്പോൾ വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ യുറേനിയം ശേഖരം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും വലിയ പങ്ക് വഹിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും പ്രദേശത്തെ സംഘർഷം അവസാനിപ്പിക്കുന്ന ശ്രമങ്ങളിലും ഈ വിഷയം പ്രധാനമായി ഉയർന്നു വരുന്നുണ്ട്. ലോകത്തിലെ പ്രധാന രാജ്യങ്ങൾ ഈ സാഹചര്യത്തെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന സുരക്ഷാ നടപടികൾ അവരുടെ ആണവശേഷി സംരക്ഷിക്കാനുള്ള ശക്തമായ നീക്കമാണെന്ന് പറയാം. അതേസമയം ഇത് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ആശങ്കകൾക്കും ചർച്ചകൾക്കും വഴി തുറക്കുകയാണ്. ഭാവിയിൽ ഈ വിഷയത്തിൽ എന്ത് തീരുമാനങ്ങളാകും ഉണ്ടാകുക എന്നത് ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.